റഹീമെ, കൊച്ചിയിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് എങ്ങനെ പുരോഗമിക്കുന്നു? സേതു, ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഗാന്ധിനഗർ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കൊച്ചി കോർപ്പറേഷനിലെ ഏറ്റവും പ്രായം കൂടിയ കൗൺസിലറായിട്ടുള്ള നിർമ്മല രാജപ്പനാണ് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത്. എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്കയാണ് നിർമ്മല രാജപ്പന് ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊടുത്തത്. നിലവിലിപ്പോൾ മറ്റ് കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പൊന്നിരുന്നി ഈസ്റ്റിൽ നിന്നുള്ള ബീന ദിവാകരൻ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. തൃക്കാക്കര MLA ഉമാ തോമസ് അടക്കമുള്ള ആളുകൾ ഇവിടെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് വീക്ഷിക്കാനായി എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷത്തെ ഭരണം കൈവിട്ടുപോയ UDFനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വീണ്ടും കോർപ്പറേഷൻ ഭരണത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ മേയർ ആരാണ് എന്നതിലുള്ള ആകാംക്ഷ നിലനിൽക്കുന്നു. ആദ്യമായി നിർമ്മല രാജപ്പൻ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം സത്യപ്രതിജ്ഞ ചെയ്തത് ഫോർട്ട് കൊച്ചി വാർഡിൽ നിന്നുള്ള മേയർ സ്ഥാനത്തേക്ക് കൂടി പരിഗണിക്കപ്പെടുന്ന ഷൈനി മാത്യു ആയിരുന്നു. ഷൈനി മാത്യുവിന് ശേഷം അതുപോലെ തന്നെ മിനിമോൾ VK സത്യപ്രതിജ്ഞ ചെയ്തു. അതിനുശേഷം ദീപ്തി മേരി വർഗീസ് സത്യപ്രതിജ്ഞ ചെയ്തു. അങ്ങനെ ഓരോ ഡിവിഷനിൽ നിന്നുള്ള കൊച്ചിയുടെ കാര്യത്തിലെ മേയർ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പമൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു പേരിലേക്കൊക്കെ എത്തുന്നുണ്ടോ? ഇതുവരെയും, അതായത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തോട് നമ്മൾ സംസാരിച്ചിരുന്നു ഇക്കാര്യത്തെക്കുറിച്ച്. പക്ഷേ അതിലൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ ടേം വ്യവസ്ഥയിലേക്ക് മേയർ സ്ഥാനം നീങ്ങാനുള്ളൊരു സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യ ടേമിൽ മിനിമോൾ VKയും രണ്ടാമത്തെ ടേമിൽ ദീപ്തി മേരി വർഗീസും മേയർ ആയേക്കും എന്നുള്ളതാണ് നിലവിലെ സൂചന. പക്ഷേ അത് എത്ര കണ്ട് ഉറപ്പിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. കാരണം ടേം വ്യവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ദീപ്തി പിന്മാറിയേക്കും എന്ന സൂചനകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മിനിമോൾ VK തന്നെ മേയറാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും അക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവന്നിട്ടില്ല എന്ന് തന്നെയാണ്. ഏതായാലും കൊച്ചി കോർപ്പറേഷൻ മേയറെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കൊച്ചി കോർപ്പറേഷനിലും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കും.